കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകം നടന്നത്. കളിയാക്കിവളയിൽ വെച്ചിട്ട് കരമന സ്വദേശിയായിട്ടുള്ള കോറി ഉടമ ദീപുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ, കാറിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോഴിതാ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. സംഭവത്തിൽ നേമം ചൂഴാറ്റുകോട്ട സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ അമ്പിളി എന്നറിയപ്പെടുന്ന സജികുമാറിനെയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കളിയാക്കിവിള പോലീസ് സ്റ്റേഷനിലാണ്. ഈ അമ്പിളി എന്ന് പറയുന്ന ഒരാൾ ആക്രി വ്യാപാരിയാണ്. സജികുമാർ എന്നാണ് യഥാർത്ഥ പേര്. ഇന്നലെ മുഴുവൻ ഈ ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നതിന് ശേഷം കന്യാകുമാരി പോലീസ് SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പല അന്വേഷണ സംഘങ്ങളായിട്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിയെ തമിഴ്നാട് പോലീസിന്റെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ ഒരു സജികുമാർ. ഏകദേശം 50ഓളം കേസുകളാണ് ഈ ഒരു സജികുമാറിന്റെ പേരിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കന്യാകുമാരി പോലീസ് SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഈ ഒരു കാറും നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു കാറ് വെച്ചിട്ടാണ് ദീപുവിനെ അതിക്രൂരമായി പേപ്പർ മുറിക്കുന്ന കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു മൂർച്ചയേറിയ ചെറിയൊരു കത്തിയും ഈ ഒരു കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊല നടന്നിരിക്കുന്നത് കളിയാക്കിവിള പോലീസ് സ്റ്റേഷൻ ഏകദേശം 200 മീറ്റർ അകലെ വെച്ചിട്ടാണ്. കഴുത്തറുത്ത നിലയിലായിരുന്നു ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതും ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയായിരുന്നു ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസ് പെട്രോളിങ്ങിനിടെ ബോണറ്റ് പൊക്കി ഒരു വാഹനം പാർക്ക് ചെയ്തതായി അറിഞ്ഞു. പരിശോധിച്ചപ്പോഴാണ് ഇതിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. ഡ്രൈവർ സീറ്റിലുള്ള ദീപു ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു. വാഹനം ഓഫ് ചെയ്തിരുന്നില്ല. പണത്തിന് വേണ്ടി ചിലർ ദീപുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നെന്ന് ഈ ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നതിന് ശേഷം ദീപുവിന്റെ ഭാര്യയും സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു. പണത്തിന് വേണ്ടിയുള്ള കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതിയെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമാണ് എന്തായിരിക്കും ഈ ഒരു കൊലപാതകത്തിന് പിന്നിലുള്ള കാരണമെന്ന് മനസ്സിലാവില്ല. കൊട്ടേഷൻ സംഘത്തിലെ നേതാവായിരുന്നു പ്രതിയെന്നായിരുന്നു ആദ്യം പോലീസിന് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ ദീപുവുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന എല്ലാവരെയും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കളിയാക്കിവിളയ്ക്ക് സമീപം പടന്താലുമൂട്ടിലാണ് തിങ്കളാഴ്ച രാത്രി 10:30 ഈ ഒരു കൊലപാതകം നടന്നത്. കൊലപാതകം നടക്കുന്ന സമയത്ത് ഏകദേശം 10 ലക്ഷം രൂപയായിരുന്നു ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്നത്. കോയമ്പത്തൂർക്ക് ഒരു JCB വാങ്ങാനായിട്ടാണ് ദീപു 10 ലക്ഷം രൂപയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഭാര്യയും നൽകിയിട്ടുള്ള മൊഴി. മാത്രമല്ല ഒരുപാട് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ദീപുവിന് ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ദീപു ഭാര്യയുടെ അടുത്തും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്തും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. 12 വർഷം മുൻപാണ് മലയൻകീഴ് അണപ്പാട് വെച്ച വീട്ടിലാണ് ഭാര്യയ്ക്കും മക്കൾക്കൊപ്പം ദീപു താമസിച്ചിരുന്നത്. വീടിനോട് ചേർന്ന് തന്നെ JCB, ഹിറ്റാച്ചി എന്നിവയുടെ ഒരു വർക്ക്ഷോപ്പും ദീപുവിനുണ്ടായിരുന്നു. മാത്രമല്ല വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ അടുത്ത് ഇടപെടുമ്പോഴും എല്ലാം വളരെ മാന്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ദീപുവിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. ഇപ്പോൾ ഒരു വാഹനം ഈ ഒരു വാഹനം ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതിൽ വെച്ചിട്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു വാഹനം പോലീസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമാണ് ഇത് ആരെങ്കിലും ഏൽപ്പിച്ചതാണോ അല്ലെങ്കിൽ എന്താണ് കൊലപാതകത്തിന് പിന്നിലെന്നുള്ള കാര്യം വളരെ വ്യക്തമാവുകയുള്ളൂ.